എൻ്റെ പൊന്നു പിള്ളേരെ, ഇതൊന്നും പഠിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. അതിലൊരു ചോദ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതാണ്? നമുക്ക് സാധാരണ PSC പരീക്ഷകളിൽ ചോദിച്ച് കാണാറുള്ള വളരെ റെയർ ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എത്രയോ മുകളിലേക്ക് നമ്മുടെ റാങ്കിനെ എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്, നമ്മളെ തകർത്ത് കളയും. അതുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ ഹാജാസ് ക്ലാസ് കാണുന്ന യൂട്യൂബിലെ എല്ലാ സ്റ്റുഡൻസും ഉത്തരം എഴുതും. അത് ഉത്തരം ഹൈദരാബാദ് എന്നാണ്. പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമുക്ക് 2026 പ്രത്യേകത എന്താ? നമ്മൾ ജോലിയിൽ കയറാൻ പോകുന്ന ഒരു വർഷമാണ് അല്ലേ? 2026 PSC ഒരുപാട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. എല്ലാ തസ്തികകളിലേക്കും എക്സാമിനേഷൻ വരുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതിൻ്റെ സിലബസ് കൃത്യമായി കവർ ചെയ്ത് ആരൊക്കെയാണോ ഇതുവരെ PSC ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗസ്ഥരാക്കാൻ ഏറ്റവും മികച്ച റാങ്കിലേക്ക് എത്തിക്കാൻ ഓരോ സബ്ജക്റ്റും കൈകാര്യം ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ആളുകളുടെ ക്ലാസ്സുകൾ മാത്രം നമ്മൾ കണ്ടുകൊണ്ട് നല്ലൊരു റാങ്ക് ഫയലൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് പോർഷൻസ് ഒക്കെ വായിച്ച് PYQ സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ജോലിയിലോട്ട് കയറും അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് ഹാജാസ് ക്ലാസ്സസിൻ്റെ യൂട്യൂബിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു 100 ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. PSCക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കൊരു 100 ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ 100 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഏത് വർഷമാണ് ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയത്? ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയ വർഷം 1861. 1861 ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എവിടെയാണ് മഹൽവാരി സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത്? ആദ്യമായി മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നത് എവിടെയാണ്? ഉത്തരം പറയേണ്ടത് ബംഗാളിലും ബീഹാറിലും. മഹൽവാരി സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നത് ബംഗാളിലും ബീഹാറിലും ആണ്. ഇനി മൂന്നാമത്, അഹമ്മദാബാദ് മിൽ സമരത്തിലൂടെ മഹാത്മാഗാന്ധിയുടെ ഇടപെടലിലൂടെ തൊഴിലാളികൾക്ക് എത്ര ശതമാനം വേതന വർധനവാണ് ഉണ്ടായത് എന്നതാണ് ചോദ്യം. ഉത്തരം നമ്മൾ പറയേണ്ടത് 35%. അഹമ്മദാബാദ് മിൽ സമരത്തിലൂടെ മഹാത്മാഗാന്ധിയുടെ ഇടപെടലിലൂടെ തൊഴിലാളികൾക്ക് എത്ര ശതമാനം വേതന വർധന ഉണ്ടായി? ഉത്തരം 35%. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് ചിറ്റഗോങ് ആയുധശാല റെയ്ഡിൽ സൂര്യസെന്നിനോടൊപ്പം പങ്കാളിയായത്? ഓക്കെ, താഴെ പറയുന്നവയിൽ ആരാണ് ചിറ്റഗോങ് ആയുധശാല റെയ്ഡിൽ സൂര്യസെന്നിനോടൊപ്പം പങ്കാളിയായത് എന്നതാണ് ചോദ്യം. ഉത്തരം നമ്മൾ പറയേണ്ടത് ഗണേഷ് ഘോഷ് എന്നാണ്. ഗണേഷ് ഘോഷ് ആണ് ശരിയായ ഉത്തരം. അടുത്തത്, ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അഷ്ഫാഖുല്ലാ ഖാനെ തൂക്കിലേറ്റപ്പെട്ടത്? അഷ്ഫാഖുല്ലാ ഖാനെ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് തൂക്കിലേറ്റപ്പെട്ടത് എന്നതാണ് ചോദ്യം. ഉത്തരം കാക്കോറി കേസ്. ഉത്തരം കാക്കോറി കേസാണ്. അടുത്ത ചോദ്യം, മൈസൂർ, ജയ്പൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളുടെ ദിവാനായി സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? മൈസൂർ, ജയ്പൂർ, ഹൈദരാബാദ് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ ദിവാനായി ആരാണ് സേവനമനുഷ്ഠിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം മിർസ ഇസ്മായിൽ. ഉത്തരം മിർസ ഇസ്മായിൽ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക്, അഷ്ഫാഖുല്ലാ ഖാനെ തൂക്കിലേറ്റിയ അതേ രീതിയിൽ തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ആരാണ്? അപ്പോൾ അഷ്ഫാഖുല്ലാ ഖാനെ തൂക്കിലേറ്റപ്പെട്ട അതേ രീതിയിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം രാം പ്രസാദ് ബിസ്മിൽ. രാം പ്രസാദ് ബിസ്മിൽ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യക്ക് അനുകൂലമായി പ്രചാരണം നടത്തുന്നതിനായി ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയാം. ഇന്ത്യക്ക് അനുകൂലമായി പ്രചാരണം നടത്തുന്നതിനായി ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം പറയേണ്ടത് ദാദാഭായ് നവറോജി. ശരിയായ ഉത്തരം ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം, മൗണ്ട് ബാറ്റൺ പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി എടുത്തിട്ടുണ്ട്. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറുന്നതിന് എത്ര ദിവസം എടുത്തു? മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം
പ്രകാരം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാരിലേക്ക് അധികാരം കൈമാറുന്നതിന് എത്ര ദിവസം എടുത്തു? ഉത്തരം 72 ദിവസം. 72 ദിവസം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹാജാസ് ക്ലാസസിന്റെ PYQ സെഷൻ, അതായത് ഒരു മരണമാസ ഐറ്റം. അതായത് നമുക്ക് സിലബസ് വേണമെങ്കിൽ ഒരു റാങ്ക് ഫയൽ നോക്കിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയോ ഒക്കെ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല, ഏറ്റവും ഉയർന്ന റാങ്ക് കിട്ടുക എന്നുള്ളതാണ്, ഏറ്റവും ബെസ്റ്റ് റാങ്ക് കിട്ടുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ പ്രാപ്തനാക്കുന്ന എൻ്റെ ഒരു സെഷൻ ഉണ്ട്, PYQ സെഷൻ. നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്നതാണ് എൻ്റെ താല്പര്യം. ആദ്യത്തെ 100 കുട്ടികൾക്ക് ഈ ഒരു സെഷൻ 399, അതായത് 399 രൂപയ്ക്കാണ് ഈ ഒരു സെഷൻ നൽകുന്നത്. 2025, 24, 23 കാലയളവുകളിൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യപേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ് ആണ്. നിങ്ങളത് വേറൊരു ലെവലിലേക്ക് എത്തിക്കും. അത് ആദ്യത്തെ 100 കുട്ടികൾക്കാണ്. ഇതിന്റെ ആക്ച്വൽ ഫീ എന്ന് പറയുന്നത് 1000 രൂപയാണ്. നമ്മൾ ഈ ഒരു എന്താ പറയുക, ന്യൂ ഇയർ ഓഫറായിട്ട് നമ്മൾ ഒരു ബാച്ച് തുടങ്ങിയതാണ്. പക്ഷെ ഒരു അല്പം ലേറ്റായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല. 100 സ്റ്റുഡൻസിന് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 399 കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം, എൻ്റെ നമ്പർ എങ്കിലും ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കുകയാണ്. ഈ 9995027074 ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 74 ആണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. എല്ലാവരും ജോയിൻ ചെയ്യണേ. ഇനി അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചതാരാണ്? ഇതൊരു എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം PSC പരീക്ഷകളിലെ ആവർത്തന ചോദ്യങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിലൊരു ചോദ്യമാണ്. ജാലിയൻ വാലാബാഗ് ആ ഒരു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത്. ഇത് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്, അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജാലിയൻ വാലാബാഗ് വർഷം 1919 ഏപ്രിൽ 13. ഇതെല്ലാം കൃത്യമായി ജാലിയൻ വാലാബാഗിനെ പഠിച്ചു വേണം പോകാൻ. ഇതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് C. ശങ്കരൻ നായരാണ്. ശരിയായ ഉത്തരം ശങ്കരൻ നായരാണ്. റാഷ് ബിഹാരി ബോസ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ റാഷ് ബിഹാരി ബോസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഡൽഹി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എവിടത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ദാദാ സാഹിബ് നവറോജി സേവനമനുഷ്ഠിച്ചത്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായി നവറോജി എവിടത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് സേവനമനുഷ്ഠിച്ചത്? ഉത്തരം ബറോഡ. ബറോഡ. അടുത്ത ചോദ്യം, ഏതിൻ്റെ ശുപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്? ഉത്തരം സൈമൺ കമ്മീഷന്റെ. ഏതിൻ്റെ ശുപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്? ഉത്തരം സൈമൺ കമ്മീഷൻ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് സർക്കാർ വകുപ്പ് എന്ന നിലയിൽ ഇന്ത്യ ഓഫീസ് ആരംഭിച്ച വർഷം? അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ വകുപ്പ് എന്ന നിലയിൽ ഇന്ത്യ ഓഫീസ് ആരംഭിച്ച വർഷം 1858. അടുത്ത ചോദ്യത്തിലേക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം പറയേണ്ടത് സ്റ്റാൻലി. അപ്പൊ സ്റ്റാൻലി പ്രഭുവാണ് ശരിയായ ഉത്തരം. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതാണ്? ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം ഹൈദരാബാദ്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതാണ്? എൻ്റെ പൊന്നു പിള്ളേരെ, ഇതൊന്നും പഠിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. അതിനൊരു ചോദ്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതാണ്? നമുക്ക് സാധാരണ PSC പരീക്ഷകളിൽ ചോദിച്ച് കാണാറുള്ള വളരെ റെയർ ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എത്രയോ മുകളിലേക്ക് നമ്മുടെ റാങ്കിനെ എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളെ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകരുത്, നമ്മളെ തകർത്ത് കളയും. അതുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഏറ്റവും ജനസംഖ്യ കൂടിയ നാട്ടുരാജ്യം ഏതാണെന്ന് വെച്ചാൽ ഹാജാസ് ക്ലാസ് കാണുന്ന യൂട്യൂബിലെ എല്ലാ സ്റ്റുഡൻസും ഉത്തരം എഴുതും. അത് ഉത്തരം ഹൈദരാബാദ് എന്നാണ്. ജോർജ് 6ാമൻ രാജാവ് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദപ്പേര് ഒഴിവാക്കിയ തീയതി? അപ്പോൾ ജോർജ് 6ാമൻ രാജാവ് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവിപ്പേര് ഒഴിവാക്കിയ തീയതി എന്നതാണ് ചോദ്യം. നമ്മൾ ഉത്തരം പറയേണ്ടത് 1948 ജൂൺ മാസം 22-ാം തീയതി. 1948 ജൂൺ 22-ാം തീയതി
പദ്ധതി. ജോർജ് ആറാമൻ രാജാവ് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പദവി പേര് ഒഴിവാക്കുന്നു. ആരുടെ അധ്യക്ഷതയിലാണ് കഴ്സൺ പ്രഭു പോലീസ് കമ്മീഷനെ നിയമിച്ചത്? ആരുടെ അധ്യക്ഷതയിലാണ് കഴ്സൺ പ്രഭു പോലീസ് കമ്മീഷനെ നിയമിച്ചത്? ഉത്തരം ആൻഡ്രൂ ഫ്രേസർ ശരിയായ ഉത്തരം. ക്വിറ്റ് ഇന്ത്യ പഠിക്കണം, ഏറ്റവും നന്നായി പഠിച്ചു പോവേണ്ട ഒരു ടോപ്പിക്കാണ് ക്വിറ്റ് ഇന്ത്യ. അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൺ പദ്ധതി, ഇതെല്ലാം റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത രാഷ്ട്രീയ കക്ഷി ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത രാഷ്ട്രീയ കക്ഷി ഏതാണ്? ഹിന്ദു മഹാസഭ എതിർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും എതിർത്തിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്ത രാഷ്ട്രീയ കക്ഷികളാണ് ഹിന്ദു മഹാസഭയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും. അടുത്ത ചോദ്യം, ഏത് നിയമപ്രകാരമാണ് കേന്ദ്ര നിയമ നിർമ്മാണ സഭ രൂപവൽകൃതമായത്? ഏത് നിയമപ്രകാരമാണ് കേന്ദ്ര നിയമനിർമ്മാണ സഭ രൂപവൽകൃതമായത് എന്നതാണ് ചോദ്യം. നമ്മൾ ഉത്തരം പറയേണ്ടത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് കേന്ദ്ര നിയമനിർമ്മാണ സഭ രൂപവൽകൃതമായത്. കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം, കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1920 1920. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയർ ബാച്ചിനെ കുറിച്ചും കൂടി ഒന്ന് പറയുകയാണ്. 399 രൂപയുള്ള 2024, 25, 26 കറണ്ട് അഫയർ പരീക്ഷ നടക്കുന്നത് വരെയുള്ള കറണ്ട് അഫയർ വളരെ അടുക്കും ചിട്ടയോടുകൂടി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന് ആദ്യത്തെ 500 സ്റ്റുഡൻസിന് 399 രൂപയാണ് ഫീസ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുക. അടുത്തത് 1927 സമതാ സൈനിക് ദൾ രൂപവൽക്കരിച്ചത് ആരാണ്? 1920 സമതാ സൈനിക് ദൾ രൂപവൽക്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, ഡോക്ടർ BR അംബേദ്കർ ആണ് 1927 സമതാ സൈനിക് ദൾ രൂപവൽക്കരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മദൻ മോഹൻ മാളവ്യയ്ക്ക് ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയത് ആരാണ്? മദൻ മോഹൻ മാളവ്യ, അദ്ദേഹത്തിന് ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ S രാധാകൃഷ്ണൻ ആണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ മദൻ മോഹൻ മാളവ്യയ്ക്ക് ശേഷം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ VC ആവുന്ന വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. അഹമ്മദാബാദിൽ സബർമതിയുടെ തീരത്തുള്ള ഗാന്ധിജിയുടെ ആശ്രമത്തിന് ഹൃദയകുഞ്ച് എന്ന പേര് നൽകിയത് ആരാണ്? ഹൃദയകുഞ്ച് എന്ന പേര് നൽകിയത് ആരാണ്? ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി വായിക്കുക. അഹമ്മദാബാദില് സബർമതിയുടെ തീരത്ത് ഉള്ള ഗാന്ധിജിയുടെ ആശ്രമത്തിന് ഹൃദയകുഞ്ഞ് എന്ന പേര് നൽകിയത് കാക്കാ സാഹേബ് കലേൽക്കർ ആണ്. കാക്കാ സാഹിബ് കലേൽക്കർ. അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിഞ്ഞുകൂടാത്ത പോയിന്റാണ്, റെയർ പോയിന്റ് കൂടിയാണ്. ഇന്ത്യ വൈസ്രോയിയുടെ ഷിംലയിലെ വേനൽക്കാല വസതിയായിരുന്നത് എന്താണ്? ഉത്തരം പറയേണ്ടത് വൈസ് റീഗൽ പാലസ്. ഇന്ത്യ വൈസ്രോയിയുടെ ഷിംലയിലെ വേനൽക്കാല വസതിയായിരുന്നത് വൈസ് റീഗൽ പാലസ് ആണ്. ആരാണ് 1923 കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നത്? ആരാണ് 1923 കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നത്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഉത്തരം മോത്തിലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ ജിഹ്വയായിരുന്ന കോൺഗ്രസ് റേഡിയോയുടെ പ്രക്ഷേപണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഉഷാ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ ജിഹ്വയായിരുന്ന കോൺഗ്രസ് റേഡിയോയുടെ പ്രക്ഷേപണത്തിന് നേതൃത്വം നൽകിയത് ഉഷാ മേത്തയാണ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? യൂസഫ് മെഹ്റലി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി ആണ്. ചൗരി ചൗര കേസിൽ തൂക്കുമരം വിധിക്കപ്പെട്ട 177 സ്വതന്ത്ര സമരഭടന്മാർക്കെതിരെ കോടതിയിൽ വാദിച്ച് 156 പേരെ കുറ്റവിമുക്തനാക്കിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം. അതിന്റെ ഉത്തരം മദൻ മോഹൻ മാളവ്യ. ചൗരി ചൗര സംഭവത്തിൽ തൂക്കുമരം വിധിക്കപ്പെട്ട 177 സ്വതന്ത്ര സമര ഭടന്മാർക്കെതിരെ കോടതിയിൽ വാദിച്ച് 156 പേരെ കുറ്റവിമുക്തനാക്കിയ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം, വൈസ്രോയി എന്ന സ്ഥാനപ്പേര് നിർത്തലാക്കിയ വർഷം 1947. ഇന്ത്യ സ്വതന്ത്രമാവുന്ന വർഷം
വർഷം, വൈസ്രോയി എന്ന സ്ഥാനപ്പേര് നിർത്തലാക്കിയ വർഷം 1947. ഗാന്ധിജി 1930 ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ച അഹമ്മദാബാദിലെ വസതിയുടെ പേര് എന്താണ്? ഉത്തരം ഹൃദയകുഞ്ഞ് എന്നാണ്. അപ്പോ ഗാന്ധിജി 1930 ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ച അഹമ്മദാബാദിലെ വസതിയുടെ പേരാണ് ഹൃദയകുഞ്ഞ് എന്ന്. അടുത്തത്, ഇന്ത്യയിൽ വന്ന് അത്യാഡംബരപൂർവം ദർബാർ നടത്തിയ ഏക ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പേര് എന്താണ്? ഉത്തരം ജോർജ് അഞ്ചാമൻ. ഇന്ത്യയിൽ വന്ന് അത്യാഡംബരപൂർവം ദർബാർ നടത്തിയ ഏക ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പേരാണ് ജോർജ് അഞ്ചാമൻ. ജോർജ് അഞ്ചാമൻ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ചക്രവർത്തി ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഉത്തരം പറയേണ്ടത് ജോർജ് ആറാമനാണ്. ജോർജ് ആറാമനാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ചക്രവർത്തി. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ക്യാമ്പസ് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ദാനം ചെയ്ത വ്യക്തിയുടെ പേരാണ് കാശി നരേഷ്. അതായത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ക്യാമ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാണ് സ്ഥലം ഡൊണേറ്റ് ചെയ്തത്? ഉത്തരം കാശി നരേഷ്. അടുത്ത ചോദ്യത്തിലേക്ക്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിലിന് മേൽ സ്വാധീനം ചെലുത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര് ചോദിച്ചാൽ ഉത്തരം പറയണം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്നാണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസൻ ചർച്ചിലിന് മേൽ സ്വാധീനം ചെലുത്തിയ അമേരിക്കൻ പ്രസിഡന്റ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഏറ്റവും നന്നായിട്ട് പഠിക്കണം. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ്. ക്വിറ്റ് ഇന്ത്യ പഠിച്ചേ പറ്റുള്ളൂ. എത്ര ചോദ്യങ്ങളാണ് ക്വിറ്റ് ഇന്ത്യയിൽ നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ പഠിക്കണം, മൗണ്ട് ബാറ്റൺ പദ്ധതി പഠിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദിവസവുമായി നടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദവികളെല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്, അപ്പോഴത്തെ ബ്രിട്ടീഷുമായി ബന്ധപ്പെട്ട ഓരോ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെയും പഠിക്കണം. അത് ഞങ്ങൾ മാസ്റ്റർ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടെ ചോദ്യം പറയാം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ച വ്യക്തിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം യൂസഫ് മെഹ്റലി. യൂസഫ് മെഹ്റലി എന്ന് വേറൊരു ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത്, ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് PhD ഗവേഷണ പ്രബന്ധം രചിച്ച നേതാവ് ആരാണ്? ഉത്തരം റാം മനോഹർ ലോഹ്യയാണ്. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് PhD ഗവേഷണ പ്രബന്ധം രചിച്ച നേതാവാണ് റാം മനോഹർ ലോഹ്യ. ദളിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിക്കുന്ന കാര്യത്തിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപരനാമം ജോൺ കമ്പനി എന്നാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപരനാമം ജോൺ കമ്പനി എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ പോരാട്ടത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ സമരങ്ങളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്നത് വസുദേവ് ബൽവന്ത് ഫാട്കെ ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സായുധ പോരാട്ടത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വസുദേവ് ബൽവന്ത് ഫാട്കെ ആണ്. ബഹദൂർ ഷാ രണ്ടാമനെ 1857 കലാപകാലത്ത് ശത്രുക്കൾ പിടികൂടിയ സ്ഥലം അത് എവിടെ നിന്നാണ്? ഉത്തരം ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ് അദ്ദേഹത്തെ പിടികൂടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്, ഏത് ഭരണാധികാരിയുടെ കാലത്താണ് മറാത്ത സാമ്രാജ്യം വിസ്തൃതിയുടെ പാരമ്യത പ്രാപിച്ചത്? ഉത്തരം പറയേണ്ടത്, ശ്രദ്ധിച്ചു കേൾക്കണം, ബാലാജി ബാജിറാവു. ബാലാജി വിശ്വനാഥ് അല്ല, ബാലാജി ബാജിറാവു. കൃത്യമായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, വേദസമാജം. ഇമ്പോർട്ടന്റ് വേദസമാജം 1864 സ്ഥാപിച്ചത് ആരാണ്? വേദസമാജം 1860 സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പറയേണ്ടത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ് വേദസമാജം 1864 സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് മിറാത്ത് ഉൽ അക്ബർ പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? രാജാറാം മോഹൻ റോയ് മിറാത്ത് ഉൽ അക്ബർ പ്രസിദ്ധീകരിച്ചത് പേർഷ്യൻ ഭാഷയിലാണ്. പേർഷ്യൻ ഭാഷ. അടുത്ത ചോദ്യം, ആര്യ സമാജത്തിന്റെ ആദ്യ ശാഖ
1875 ഏപ്രിൽ 10 എവിടെയാണ് സ്ഥാപിച്ചത് എന്നതാണ് ചോദ്യം. ഉത്തരം പറയേണ്ടത് ബോംബെയിലാണ്. ആര്യ സമാജത്തിന്റെ ആദ്യ ശാഖ 1875 ഏപ്രിൽ 10 ആരംഭിച്ച സ്ഥലം ബോംബെയാണ്. വഹാബി പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം പാട്ന. വഹാബി പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം പാട്നയാണ്. 1857 കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ ആരാണ് ബാല്യകാലത്ത് ദോണ്ടു പന്ത് എന്ന് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ ബാല്യകാല നാമമാണ് ദോണ്ടു പന്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആദ്യം രൂപവൽകൃതമായത്? നോക്കൂ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, HRSA, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് എന്നാണ് നമ്മുടെ കാണിച്ചിരിക്കുന്നത്. ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ആദ്യം രൂപീകൃതമായത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആരാണ് വിധവകൾക്കായി ബോംബെയിൽ ശാരദാ സദനും പൂനെയിൽ മുക്തിയും സ്ഥാപിച്ചത്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പണ്ഡിത രമാഭായി. ആരാണ് വിധവകൾക്ക് വേണ്ടി ബോംബെയിൽ ശാരദാ സദനും പൂനെയിൽ മുക്തിയും സ്ഥാപിച്ചത്? ഉത്തരം പണ്ഡിത രമാഭായി. താഴെ പറയുന്നവയിൽ ഏത് സ്റ്റേറ്റ് ആണ് കാശ്മീർ, ഹൈദരാബാദ് എന്നിവയെ പോലെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ള സംയോജന ഉടമ്പടിയിൽ ഒപ്പ് വയ്ക്കാത്തത് എന്നതാണ് ശരിയായ ചോദ്യം. ഉത്തരം ജുനഗഡ് ഒപ്പ് വെച്ചില്ല. അടുത്ത ചോദ്യം, 1946 ഒക്ടോബറിൽ മുസ്ലിം ലീഗിന്റെ എത്ര അംഗങ്ങളാണ് ഇടക്കാല സർക്കാരിൽ ചേർന്നത്? ഉത്തരം 5 പേരാണ്. 1946 ഒക്ടോബറിൽ മുസ്ലിം ലീഗിന്റെ 5 നേതാക്കളാണ് ഇടക്കാല സർക്കാരിൽ ചേർന്നത്. ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പറയേണ്ടത് ശ്യാംജി കൃഷ്ണവർമ്മ. ലണ്ടനിൽ ഇന്ത്യ ഹൗസ് ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ ആണ്. ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന വർഷം? 1919 ജാലിയൻ വാലാബാഗ് നടക്കുന്ന വർഷമാണ്. നെഹ്റു റിപ്പോർട്ടിന് മറുപടിയായി മുഹമ്മദ് അലി ജിന്ന തയ്യാറാക്കിയത് 14 ഫോർമുല. അതായത് നെഹ്റു റിപ്പോർട്ടിന് മറുപടിയായി മുഹമ്മദ് അലി ജിന്ന തയ്യാറാക്കിയത് 14 ഫോർമുലയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1920 ഒക്ടോബറിൽ തഷ്കന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നതിൽ പങ്കാളിയായത് ആരാണ്? ഉത്തരം പറയേണ്ടത് MN റോയി. 1920 ഒക്ടോബറിൽ തഷ്കന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നതിൽ പങ്കാളിയായത് MN റോയി ആണ്. അടുത്ത ചോദ്യം, 1946 സെപ്റ്റംബർ 2 അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്തത്? ഉത്തരം സി രാജഗോപാലാചാരിയാണ് ശരിയായ ഉത്തരം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ അധികാരങ്ങൾ ആദ്യമായി വേർതിരിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ഉത്തരം കോൺവാലിസ്. 1946 സെപ്റ്റംബർ 2 ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? അപ്പോൾ ഈ ഇടക്കാല സർക്കാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, നന്നായിട്ട് പഠിക്കണം. നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അത് 14 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1946 സെപ്റ്റംബർ 2 ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 14 അംഗങ്ങൾ. 1781 പോർട്ടോ നോവയിൽ ജനറൽ അയർക്യൂട്ട് ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്നതാണ് മറ്റൊരു ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് ഹൈദർ അലിയെ. 1781 പോർട്ടോ നോവയിൽ ജനറൽ അയർക്യൂട്ട് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം ഹൈദർ അലി. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള കൃത്യമായ കമന്റ് ഇടാതെ ഇതുപോലത്തെ ക്ലാസ് ഇനി നമുക്ക് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം, ഇത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ഇതെല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഒരു ഹായ് എങ്കിലും കമന്റ് ചെയ്തിട്ട് വേണം പോകാൻ. ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നമ്മൾ എന്തായാലും കമന്റിൽ നോക്കും. ആരെല്ലാമാണോ ഈ ക്ലാസ് കാണുന്നത് അത് അവരെല്ലാവരും തന്നെ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വേണം പോകാൻ. എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയുടെ പേരാണ് MN റോയി. MN റോയി ആണ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത്. സ്വദേശി പ്രസ്ഥാന കാലത്ത് കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന വ്യക്തിയുടെ പേരാണ് അരബിന്ദ ഘോഷ്. സ്വദേശി പ്രസ്ഥാന കാലത്ത് കൽക്കട്ടയിൽ സ്ഥാപിക്കപ്പെട്ട നാഷണൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്ന വ്യക്തിയാണ് അരബിന്ദ ഘോഷ്. അടുത്ത ചോദ്യം, വിപ്ലവകരമായ നിലപാടുകൾ കാരണം 1831 കൽക്കട്ടയിലെ ഹിന്ദു
കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി ആരാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ ആണ് പുറത്താക്കപ്പെട്ടത്. വിപ്ലവകരമായ നിലപാടുകൾ കാരണം 1831 കൽക്കട്ടയിലെ ഹിന്ദു കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന വ്യക്തി. മിത്രമേള സ്ഥാപിച്ചത് ആരാണ്? മിത്രമേള സ്ഥാപിച്ചത് സവർക്കർ സഹോദരന്മാരാണ് മിത്രമേള സ്ഥാപിച്ചത്. 1857 കലാപത്തിന് ശേഷം അവധിലെ ബീഗം എവിടേക്കാണ് പലായനം ചെയ്തത്? ഉത്തരം പറയേണ്ടത് നേപ്പാളിലേക്ക് പലായനം ചെയ്തു. ഏത് ബ്രിട്ടീഷ് നിയമമാണ് ഇന്ത്യയുടെ ഭരണ മേൽനോട്ടത്തിനായി ബോർഡ് ഓഫ് കൺട്രോളിനെ നിയമിച്ചത്? ഏത് ബ്രിട്ടീഷ് നിയമമാണ് ഇന്ത്യയുടെ ഭരണ മേൽനോട്ടത്തിനായി ബോർഡ് ഓഫ് കൺട്രോളിനെ നിയമിച്ചത്? 1784 പിറ്റിന്റെ നിയമം. അടുത്തത് എവിടെയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ് ഈ സ്ലൈഡിൽ കാണുന്നത്, എവിടെയാണ് ഓൾ ഇന്ത്യ വിമൻസ് ഫെഡറേഷൻ 1926 ലേഡി ഇർവിൻ കോളേജ് ആരംഭിച്ചത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഉത്തരം ഡൽഹിയിലാണ് ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ്, ബോംബെ, കൽക്കട്ട പ്രസിഡൻസികളിലെ ഗവർണർമാരെ നിയമിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ രാജാവാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡൻസികളിലെ ഗവർണർമാരെ നിയമിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ രാജാവാണ്. അടുത്ത ചോദ്യം, വാഞ്ചി അയ്യരുമായി ബന്ധമുള്ള വിപ്ലവ പ്രസ്ഥാനം ഏതാണ്? വാഞ്ചി അയ്യരുമായി ബന്ധമുള്ള വിപ്ലവ പ്രസ്ഥാനമാണ് ഭാരത് മാതാ അസോസിയേഷൻ. ഏത് നിയമമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചത്? അപ്പോൾ ഏത് നിയമമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ചത്? ഉത്തരം 1813 ചാർട്ടർ നിയമം. സ്വാതന്ത്ര്യത്തിന് ശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഏതുതരം സംസ്ഥാനങ്ങളിലാണ് മുൻ രാജാക്കന്മാർ രാജപ്രമുഖ് എന്ന സ്ഥാനപ്പേരോടെ ഭരണത്തലവന്മാരായി നിയമിക്കപ്പെട്ടത് എന്നതാണ് ചോദ്യം. ഉത്തരം പാർട്ട് ബി. സ്വാതന്ത്ര്യാനന്തരം ഏതുതരം സംസ്ഥാനങ്ങളിലാണ് മുൻ രാജാക്കന്മാർ രാജപ്രമുഖ് എന്ന സ്ഥാനപ്പേരോടെ ഭരണത്തലവന്മാരായി നിയമിക്കപ്പെട്ടത്? ഉത്തരം പാർട്ട് ബി. അടുത്തത്, ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനമായിരുന്ന വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ എഴുതിയ എഴുത്തുകാരൻ ഏത് ഭാഷയിലാണ് രചന നടത്തിയിരുന്നത് എന്നതാണ് ചോദ്യം. ഉത്തരം മറാത്തി ഭാഷയിലാണ് എഴുത്ത് നടത്തിയിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആവിഷ്കരിക്കപ്പെട്ട താഴോട്ടുള്ള അരിച്ചിറങ്ങൽ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വിദ്യാഭ്യാസം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആവിഷ്കരിക്കപ്പെട്ട താഴോട്ടുള്ള അരിച്ചിറങ്ങൽ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വിദ്യാഭ്യാസം. ബ്രസൽസിൽ നടന്ന 1927 നടന്ന മർദ്ദിത ദേശീയതകളുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആരാണ് പ്രതിനിധാനം ചെയ്തത്? ഉത്തരം പറയേണ്ടത് ജവഹർലാൽ നെഹ്റു. ബ്രസൽസിൽ 1927 നടന്ന മർദ്ദിത ദേശീയതകളുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അടുത്ത ചോദ്യം, ബ്രഹ്മസഭയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ബ്രഹ്മസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു താരാചന്ദ് ചക്രവർത്തി. ബ്രഹ്മസഭയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് താരാചന്ദ് ചക്രവർത്തി. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം പറയേണ്ടത് വിൻസെന്റ് സ്മിത്ത് ആണ്. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശരിയായ ഉത്തരം വാലന്റൈൻ ഷിറോൾ ആണ്. വാലന്റൈൻ ഷിറോൾ, മറന്നുപോകരുത്. ബാലഗംഗാധര തിലകൻ, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനെ അങ്ങനെ വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകൾ 2 ഇന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. നമുക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായി കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയൊക്കെ നമുക്ക് പഠിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ ഒന്നുകൂടി നോട്ട് ചെയ്യുകയാണ്. എല്ലാവരും ജോയിൻ ചെയ്യണേ, മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഓക്കെ, ഇന്ത്യ ചരിത്രത്തിൽ 1905 ഒക്ടോബർ 16 പ്രാധാന്യം എന്താണ്? ഇന്ത്യയുടെ ചരിത്രത്തിൽ 1905 ഒക്ടോബർ 16 എന്ത് വരുന്നത്? എന്ത് പ്രത്യേകത? ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്, ബംഗാൾ പാർട്ടീഷൻ നിലവിൽ വരുന്നത്. താഴെ പറയുന്നവയിൽ ആരാണ് 1858 കൽക്കട്ട സർവകലാശാലയുടെ ആദ്യത്തെ 2 ബിരുദധാരികളിൽ ഒരാളായ പ്രശസ്തനായ നോവലിസ്റ്റ് ആരാണ്? ഉത്തരം പറയേണ്ടത്
ബങ്കിം ചന്ദ്ര ചതോപാധ്യായ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഫ്രഞ്ചുകാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സെറ്റിൽമെന്റ് എന്തായിരുന്നു? ഉത്തരം പുതുച്ചേരി. ഫ്രഞ്ചുകാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സെറ്റിൽമെന്റ് പുതുച്ചേരി ആയിരുന്നു. ഏത് മതക്കാരുടെ പരിഷ്കരണ പ്രസ്ഥാനമാണ് നാംദരി പ്രസ്ഥാനം? നാംദരി പ്രസ്ഥാനം ആരുടേതായിരുന്നു? ഉത്തരം സിഖുകാരുടേതായിരുന്നു. നോക്കൂ, നൈറ്റ്ഹുഡും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യയുടെ കൗൺസിലിലെ അംഗത്വവും വേണ്ടെന്ന് വെച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഗോപാല കൃഷ്ണ ഗോഖലെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അതായത് നൈറ്റ്ഹുഡും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ കൗൺസിലിന്റെ അംഗത്വം ഒന്നും വേണ്ട എന്ന് വെച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഏത് കപ്പലിലെ സമരത്തോടെയാണ് 1946 നാവിക കലാപം ആരംഭിക്കുന്നത്? ഉത്തരം പറയേണ്ടത് INS തൽവാർ. ഏത് കപ്പലിലെ സമരത്തോടെയാണ് 1946 നാവിക കലാപം ആരംഭിച്ചത്? നാവിക കലാപം പഠിക്കണം, INS തൽവാർ ആണ് ശരിയായ ഉത്തരം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആദ്യത്തെ സമാന്തര സർക്കാർ പ്രവർത്തനം ആരംഭിച്ച സ്ഥലമാണ് ബലിയ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, റെയർ ഫാക്ട് കൂടിയാണ്, പഠിക്കണേ. കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയുടെ പേര് എന്താണ്? കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാര് നിർമ്മിച്ച കോട്ടയുടെ പേരാണ് ഫോർട്ട് വില്യം. എന്ത് പോയിന്റ് ആണ് നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് അല്ലെ? അറിയുന്നതും അറിയാത്തതും. കൂടുതലും അറിയാത്തതല്ലേ? ആണോ അല്ലയോ ഒന്ന് കമന്റ് ചെയ്യാമോ? അടുത്തത്, കാനഡയിലെ വാൻകൂവറിൽ ഫ്രീ ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത്? കാനഡയിലെ വാൻകൂവറിൽ ഫ്രീ ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം താരകാനാഥ് ദാസ് ആണ് കാനഡയിലെ വാൻകൂവറിൽ ഫ്രീ ഹിന്ദുസ്ഥാൻ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂർ ആസ്ഥാനമായി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക സർക്കാർ സ്ഥാപിച്ചത് എന്നാണ്? ഉത്തരം പറയേണ്ടത് 1943 ഒക്ടോബർ മാസം 23-ാം തീയതി. ക്വിറ്റ് ഇന്ത്യ പഠിക്കണേ. ക്വിറ്റ് ഇന്ത്യയിൽ എത്ര ചോദ്യങ്ങളാണ് വന്നത് അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രക്ഷേപണം ചെയ്തിരുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ബോംബെയിൽ നിന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ സംപ്രേഷണം ചെയ്തിരുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ബോംബെയിൽ നിന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച സമാന്തര സർക്കാർ എവിടത്തേതായിരുന്നു? ഉത്തരം പറയേണ്ടത് സത്താറ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിരുന്ന സമാന്തര സർക്കാർ സത്താറയിലേതായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, 1857 കലാപകാലത്ത് കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കിയ തീയതി എന്നാണ്? ഉത്തരം പറയണം 1857 മെയ് 12. 1857 കലാപകാലത്ത് കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കിയ തീയതി 1857 മെയ് 12. ഏത് രാജ്യമാണ് 1913 അതിന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് കോമഗതമരു എന്ന കപ്പലിനെ നിരോധിച്ചത്? ഉത്തരം കാനഡ. കാബൂൾ ആസ്ഥാനമായി രാജാ മഹേന്ദ്ര പ്രതാപ് തലവനായി ഇന്ത്യയുടെ ആദ്യത്തെ താൽക്കാലിക സർക്കാർ നിലവിൽ വന്ന വർഷം 1915. കാബൂൾ ആസ്ഥാനമായി രാജാ മഹേന്ദ്ര പ്രതാപ് തലവനായി ഇന്ത്യയുടെ ആദ്യത്തെ താൽക്കാലിക സർക്കാർ നിലവിൽ വന്നത് 1915-ലാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബലിയയിലെ സമാന്തര ഗവൺമെന്റിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചിട്ടു പാണ്ഡെ. ഏത് നിയമത്തിലൂടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭാരതത്തിലുണ്ടായിരുന്ന ഭരണപരമായ അധികാരങ്ങൾ ഇല്ലാതായത്? ഉത്തരം 1858 നിയമപ്രകാരമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭാരതത്തിലുണ്ടായിരുന്ന ഭരണപരമായ അധികാരങ്ങൾ ഇല്ലാതായത്. പഠിക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഏറ്റവും നന്നായിട്ട് പഠിക്കണേ. ഏത് തീയതികളിലാണ് മുസ്ലിം ലീഗ് ഇടക്കാല സർക്കാരിൽ ചേർന്നത്? ഏത് തീയതികളിലാണ്? ഉത്തരം പറയേണ്ടത് ഏത് തീയതിയിലാണ് മുസ്ലിം ലീഗ് ഇടക്കാല സർക്കാരിൽ ചേർന്നത്? 1946 ഒക്ടോബർ 26. ഗുജറാത്തിൽ കത്തിയാവാഡിലെ മോർബിയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേര് എന്താണ്? ഉത്തരം ദയാനന്ദ് സരസ്വതി. ഗുജറാത്തിൽ കത്തിയാവാഡിലെ മോർബിയിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേരാണ് ദയാനന്ദ് സരസ്വതി. ഉത്തരവാദിത്വമില്ലാത്തതും ഭ്രാന്തവുമായ പ്രവൃത്തി എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ച നേതാവ് ആരാണ്? ഉത്തരം പറയേണ്ടത് ഡോക്ടർ BR അംബേദ്കർ.
ഡോക്ടർ BR അംബേദ്കർ. എന്തിനെ കുറിച്ച് പരിശോധന നടത്താനാണ് ബ്രിട്ടീഷ് സർക്കാർ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്? ദ്വിഭരണത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ്, പരിശോധിക്കാനാണ് ബ്രിട്ടീഷ് സർക്കാർ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. തെക്കേ ഇന്ത്യയിലെ സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ഉത്തരം പറയേണ്ടത് ഇതാണ്, C. വിജയരാഘവാചാര്യർ ആണ് തെക്കേ ഇന്ത്യയിലെ സിംഹം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, 1919 നടപ്പിലാക്കിയ ദ്വിഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ ആരാണ്? ഉത്തരം പറയേണ്ടത് സൈമൺ കമ്മീഷൻ. അപ്പോൾ 1919 നടപ്പിലാക്കിയ ദ്വിഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഏത് നിയമമാണ് ബർമയെയും ഏതനെയും ഇന്ത്യയിൽ നിന്ന് ഭരണപരമായി വേർപെടുത്തിയത് എന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ ഈ സെഷൻ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ആധുനിക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ, ഇതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്ന എല്ലാം നമ്മുടെ ഇവിടെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. SCRT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെയും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തും. കാരണം ഹാജാസ് ക്ലാസ്സസ് നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ എല്ലാവരിലേക്കും ഈ ക്ലാസ്സുകളുടെ ഒരു ലിങ്ക് എല്ലാവർക്കും ഇട്ടുകൊടുക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിനകത്ത് വരുന്ന ഫ്രീ ക്ലാസ്സുകൾ ഒന്ന് PYQ സെഷനാണ്. അതിൻ്റെ മഹത്വം നോക്കി അത് കൊള്ളാമോ, നമുക്ക് പ്രയോജനം ചെയ്യുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഗ്രൂപ്പ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച്, അത് ഒരു വിട്ടുവീഴ്ചയുമില്ല, അത് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ തന്ന് പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ്. അതിലേക്കും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ബാച്ച് കോഴ്സുകളുണ്ട്. അപ്പം VFAക്ക്, ബെവ്കോയ്ക്ക്, LDCക്ക്, LP UPക്ക്, കമ്പനി ബോർഡ് LGSന്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എല്ലാത്തിനും ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഏതിലാണോ വേണ്ടത് അതിലേക്ക് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് യഥാർത്ഥ അധ്യാപകരുടെ ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് പഠിച്ച് ഏറ്റവും നല്ല റാങ്കുകൾ സ്വായത്തമാക്കി ഈ വർഷം തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം. റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നത് അല്ല നമ്മുടെ പ്രധാനപ്പെട്ട എയിം. ഏറ്റവും ബെസ്റ്റ് റാങ്ക്, ജോലി ആദ്യത്തെ നിയമനം വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേരുണ്ടാവണം. അങ്ങനത്തെ ഒരു റാങ്കിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മൾ എത്തിയിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.